നമസ്കാരം, ഹലോ എന്റെ യാത്രാപ്രേമികളായ കൂട്ടുകാരെ, വെൽക്കം ടു കേരള ടു കോസ്മോസ്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി വാൽക്കി. നമ്മൾ അങ്ങനെ ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേയിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു സിം എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ സിം ഈ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ കുറെ ആളുകളായതുകൊണ്ട് ഞാൻ അവിടെ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സിമ്മിന്റെ എല്ലാ കടകളും അടച്ചിട്ടേക്കുകയാണ്. ഇനി പോകുന്ന വഴിയിൽ ഏതെങ്കിലും കട കാണുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങാം. ഇവിടെ സൈക്കിൾസ് എല്ലാം റെന്റിന് എടുക്കാൻ കിട്ടും. ഞങ്ങൾ യൂറോപ്പിൽ വരുമ്പോൾ ഒരുവിധം എല്ലാ സ്റ്റേസും ബുക്ക് ചെയ്യുന്നത് എയർബിഎൻബി വഴിയാണ്. അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേസ് ബുക്ക് ചെയ്യാൻ എയർബിഎൻബി ഒരു നല്ലൊരു ഓപ്ഷനാണ്. മിക്കവാറും വില്ലകളോ അപ്പാർട്ട്മെന്റ്സോ ആയിരിക്കും എയർബിഎൻബിയിൽ കിട്ടുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ഒന്നുകിൽ അവരുടെ വീടിന്റെ കുറച്ചു ഭാഗമോ അല്ലെങ്കിൽ ഒരു വീട് തന്നെയോ എയർബിഎൻബിയിൽ ഇട്ട് ഇതുപോലെ റെന്റിന് കൊടുക്കും. എയർബിഎൻബി കൂടാതെ പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത് Booking.com വഴിയാണ്. Booking.comലും അഫോർഡബിൾ ആയിട്ടുള്ള ഹോട്ടൽസ് കിട്ടാറുണ്ട്. ഈ രണ്ട് വെബ്സൈറ്റ്സിലും ഹോസ്റ്റൽസും അവൈലബിൾ ആണ്. ഹോസ്റ്റൽസിൽ പൈസ നല്ല കുറവായിരിക്കും. സാധാരണ ഞങ്ങൾ സെന്ററിൽ നിന്നും കുറച്ച് മാറിയാണ് സ്റ്റേ ബുക്ക് ചെയ്യാറ്. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ അഫോർഡബിൾ ആയിട്ടാണ് ഒരുവിധം എല്ലാ ട്രാവൽസും ചെയ്യാറ്. സെന്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ പൈസ കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഈ വട്ടം എന്തോ ഭാഗ്യത്തിന് ഒരുവിധം എല്ലാ സ്റ്റേസും നല്ല അഫോർഡബിൾ റേറ്റിൽ സെന്ററിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എത്ര രാത്രിയായാലും നമുക്ക് ഹോട്ടലിൽ പോകാൻ വണ്ടി കിട്ടുമോ എന്നൊക്കെയുള്ള ടെൻഷൻ വേണ്ട. ബ്രസൽസിൽ നമ്മുടെ സ്റ്റേ വരുന്നത് നല്ല ആക്റ്റീവായ ബ്രസൽസിന്റെ സ്ട്രീറ്റിൽ തന്നെയാണ്, സ്ക്വയറിന്റെ അടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് സിം എടുക്കാനാണ്. ഞങ്ങളെടുത്ത സിമ്മാണ് ലൈക്ക. നമുക്ക് ഈ സിം യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു പാകിസ്ഥാൻകാരന്റെ കടയായിരുന്നു അത്. ഇനി ബെൽജിയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബെൽജിയത്തിന്റെ ഒഫീഷ്യൽ നെയിം കിങ്ഡം ഓഫ് ബെൽജിയം എന്നാണ്. നോർത്ത് വെസ്റ്റേൺ യൂറോപ്പിലാണ് ബെൽജിയം സ്ഥിതി ചെയ്യുന്നത്. ബെൽജിയമാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ആൻഡ് നാറ്റോ. ബെൽജിയത്തിന്റെ ബോർഡേഴ്സ് പങ്കിടുന്നത് നോർത്തേൺ സീയും ഫ്രാൻസും ലക്സംബർഗും ജർമ്മനിയും നെതർലൻഡ്സുമാണ്. നോർത്തേൺ സീ ബോർഡറായി വരുന്നത് കൊണ്ട് ഇവർക്ക് മേജർ ആയിട്ടുള്ള ഷിപ്പിംഗ് റൂട്ട്സ് ഉണ്ട്. 30,528 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് ബെൽജിയത്തിന്റെ ലാൻഡ് ഏരിയ വരുന്നത്. എന്നാലും ബെൽജിയം വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. പോപ്പുലേഷൻ വരുന്നത് 11.5 മില്യൺ പീപ്പിൾ ആണ്. ബെൽജിയത്തിന് 3 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്: ഡച്ച്, ഫ്രഞ്ച്, ജർമ്മൻ. ഓരോ റീജിയൺ അനുസരിച്ച് സംസാരിക്കുന്ന ലാംഗ്വേജസ് മാറും. ജനസംഖ്യയുടെ 60% ആൾക്കാരും സംസാരിക്കുന്നത് ഡച്ച് ഡയലക്റ്റ് ആയ ഫ്ലെമിഷ് ആണ്. സദേൺ റീജിയണിൽ ഉള്ളവർ സംസാരിക്കുന്നത് ഫ്രഞ്ച് ആണ്. ഈസ്റ്റേൺ റീജിയണിലുള്ള കുറച്ചു പേർ സംസാരിക്കുന്നത് ജർമ്മൻ ആണ്. ബെൽജിയത്തിലുള്ളത് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. രാജാവോ രാജ്ഞിയോ ആയിരിക്കും സ്റ്റേറ്റിന്റെ ഹെഡ്. 2013 സിംഹാസനത്തിൽ കയറിയ ഫിലിപ്പ് രാജാവാണ് നിലവിലുള്ള രാജാവ്. ഭക്ഷണപ്രേമികളുടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ബെൽജിയം. ചോക്ലേറ്റ്, വാഫിൾസ്, ഫ്രൈസ്, ബീർ എന്നിവയ്ക്ക് പേര് കേട്ട രാജ്യമാണ് ബെൽജിയം. ബെൽജിയത്തിൽ 1500 അധികം ഡിഫറെന്റ് ബീറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇവിടം ബീർ ലവേഴ്സിന്റെ പാരഡൈസ് ആക്കുന്നു. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി കൂടിയുണ്ട് ഇവിടെ. അത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബെൽജിയം നിരവധി മനോഹരമായ സിറ്റീസിന്റെയും ലാൻഡ്മാർക്കുകളുടെയും ആസ്ഥാനമാണ്. ബ്രസൽസ്, ബ്രൂഷ്, ആന്റ്വെർപ്പ്, ഗെന്റ്, ആർഡിൻസ് ഇതെല്ലാം ഇവിടുത്തെ ഫേമസ് പ്ലേസസ് ആണ്. നമ്മൾ ഇങ്ങോട്ടെല്ലാം വരും ദിവസങ്ങളിൽ പോകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞങ്ങൾക്ക് ബസ് ഇറങ്ങി റൂമിലേക്ക് നടന്നു പോകാൻ നല്ല ഈസി ആയിരുന്നു എന്ന്. ഞങ്ങളുടെ ലഗേജസ് ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും കിട്ടിയിരുന്നില്ല ഗൈസ്, കിട്ടിയിരുന്നില്ല. ഞങ്ങൾ ബെൽറ്റിന്റെ മൂവ്മെന്റ് സ്റ്റോപ്പ് ആവുന്നത് വരെ ലഗേജും നോക്കി എയർപോർട്ടിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് പോയി ഇൻഫർമേഷൻ സെന്ററിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ബാഗ് രണ്ടും ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്നും കയറ്റിവിട്ടിട്ടില്ലെന്ന്. അവർ ലഗേജസിൽ ട്രാൻസ്ഫർ അടിക്കാൻ മറന്നു എന്നാണ് തോന്നുന്നത്. ഞങ്ങളാണെങ്കിൽ കുറെ സാധനങ്ങൾ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരല്ല. ഒരു ബാക്ക് പാക്കും ഒരു ചെറിയ പെട്ടിയും ആണ് 2 പേർക്കും കൂടി ഉണ്ടായിരുന്നത്. ലഗേജസ് നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഈ 2 ബാഗും നമ്മൾ ചെക്ക് ഇൻ ബാഗായി കയറ്റിവിട്ടു. ഭാഗ്യത്തിന് ഒരു ചെറിയ ഹാൻഡ് ബാഗിൽ ഫോണിന്റെ ചാർജറും പവർ ബാങ്കും ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. ഒരു ടൂർ വന്ന ആൾക്കാരുടെ ലുക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയ ഹാൻഡ് ബാഗും പിടിച്ച്
യിൽ നിന്നും ടൂർ വന്നേക്കുന്ന രണ്ടാൾക്കാർ. ഭാഗ്യത്തിന് ഹുഡി ടൈപ്പ് ഔട്ട്ഫിറ്റ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇട്ടിരുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. തണുപ്പിന് മെയിൻ കാരണം കാറ്റാണ്. സ്പ്രിംഗ് സീസൺ ആവുമ്പോൾ ഇവിടെ നല്ല കാറ്റാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് നടക്കുന്ന വഴി കട കണ്ടു. ആ കടയിൽ കയറി 5 യൂറോ വരുന്ന ടീഷർട്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വാങ്ങിച്ചു. അത് തന്നതാണെങ്കിലോ നമ്മൾ 50 പൈസ കവർ എന്നൊക്കെ പറയുന്ന പൊളിത്തീൻ ബാഗിലാണ്. ഇപ്പൊ കണ്ടാൽ തീരെ ടൂറിസ്റ്റ് ലുക്കില്ല. അങ്ങനെ റൂമിൽ പോയി 2 ദിവസം പിന്നെ കറങ്ങി. നമ്മുടെ ബാഗ് 2 ദിവസം കഴിഞ്ഞേ കിട്ടൂ എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അവർ നമ്മുടെ റൂമിൽ ഡെലിവറി ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയിരുന്നു. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ടായി. അവർ വന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് ഒന്ന് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. വിളിക്കുന്നത് ഡെലിവറി സെന്ററിൽ നിന്നുള്ള ആൾക്കാരാണ്. ഡെലിവറി ചെയ്യുന്ന ആളുടെ നമ്പർ ചോദിച്ചപ്പോൾ അവർ തന്നേയില്ല. ഞങ്ങൾ കുറെ പറഞ്ഞു ഇപ്പൊ എത്തുമെന്നൊക്കെ, പക്ഷെ അവർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ ഡെലിവറിക്കാരൻ എവിടെയാണോ അവിടെ പോയി ഞങ്ങൾ അത് കളക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. ഒന്നിനും അവർ സമ്മതിച്ചില്ല. അവർ പറയുന്നത് അവരത് തിരിച്ചു കൊണ്ടുപോകുമെന്നാണ്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എയർപോർട്ടിൽ കോൺടാക്ട് ചെയ്ത് അടുത്ത ഷെഡ്യൂൾ ചെയ്തോളാനാണ് പറഞ്ഞത്. പക്ഷെ അത് ഇനിയും 2 ദിവസം കൂടി എടുക്കും. ഞങ്ങൾക്കാണെങ്കിൽ 1 ദിവസം കഴിഞ്ഞാൽ ലക്സംബർഗിൽ പോകേണ്ടതാണ്. ഇവർ ഇന്ന് ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് പോകാനിരുന്ന സ്ഥലങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് ഇവരെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. പിന്നെ അവരോട് അവരുടെ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾക്കറിയില്ല ഡെലിവറി ബോയ് എപ്പോഴാണ് വരുന്നതെന്ന്. ചിലപ്പോൾ 12 മണിയൊക്കെ ആകുമെന്ന്. പിന്നെ നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്താണ് അവരുടെ ഓഫീസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. കുറെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഓഫീസ് അഡ്രസ്സ് അയക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും അവർ അഡ്രസ്സ് കുറെ നേരത്തേക്ക് അയച്ചില്ല. അവസാനം ഞങ്ങൾ 3-4 വട്ടം കൂടി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ അഡ്രസ്സ് അയച്ചു തന്നു. അവർ അഡ്രസ്സ് അയച്ചു തന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, ഇത് തൊട്ടടുത്തുള്ള സ്ഥലമാണെന്ന്. ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് പോയി. വിൽവൂർഡെ എന്ന സ്ഥലത്താണ് ട്രെയിൻ ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്നും ബ്രസൽസ് എയർപോർട്ടിന്റെ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി പോയി. അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടൂർ വന്നിട്ട് എയർപോർട്ടിന്റെ ലോജിസ്റ്റിക്സ് ഗോഡൌണിലേക്കുള്ള യാത്ര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ബ്രസൽസ് എയർപോർട്ടും നമ്മൾ വന്നിറങ്ങിയ ബ്രസൽസ് സൗത്ത് ഷെർലറോയ് എയർപോർട്ടും ഡിഫറെന്റ് എയർപോർട്ട്സ് ആണ് കേട്ടോ.
അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഡെലിവറി ബോയ് 1 അവറിനുള്ളിൽ എത്തുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു ഡെലിവറി ബോയ്ക്കായി. ഞങ്ങളുടെ ബാഗ്സ് അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കിട്ടി. ഈ 2 ബാഗ്സുമാണ് ഞങ്ങളുടെ ബാഗ്. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അടുത്ത പ്രശ്നം, മഴ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മഴയും ഉണ്ടായിരുന്നില്ല. കുടയും റെയിൻ കോട്ട്സും ആണെങ്കിൽ പെട്ടിയിലുള്ളിലും, പെട്ടിയുടെ കീ ആണെങ്കിലോ റൂമിലും. മോയെ ആയിപ്പോയി. അങ്ങനെ ബ്രസൽസ് സെൻട്രൽ സ്റ്റേഷനിലെത്തി. ബ്രസൽസ് സെൻട്രൽ സ്റ്റേഷനിലെത്തിയപ്പോൾ പലസ്തീൻകാർ നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് കണ്ടു. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് നടക്കുകയായി. ഇനി അപ്പോൾ ബ്രസൽസിന്റെ വാക്കിംഗ് ടൂറുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ. കൂടുതൽ ട്രാവൽ വീഡിയോസിനായി ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്